അങ്ങനെ നമ്മളിതാ പരപ്പനങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് ഉപ്പാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകളുടെ കല്യാണമാണ് കേട്ടോ. അപ്പം പരപ്പനങ്ങാടി, അപ്പോൾ അവിടത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നതാണ്. വൈകുന്നേരമായി. ഓക്കെ, അപ്പോൾ എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം എൻ്റെ സ്റ്റോറേജ് വളരെ കുറവാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഓൾറെഡി ഇന്നലെ ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ട് ഉപ്പാനോട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, അതൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം എടുക്കാൻ പറ്റുന്നത്ര ഇൻസ്റ്റാൾ എടുക്കും. പിന്നെ അവിടെ എത്തി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, പിന്നെ ഇക്കാക്ക് വരാൻ പറ്റിയില്ല. സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തതുകൊണ്ട് ഇക്കാക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഇക്കാൻ കൂടി ഉണ്ടാവണമെന്ന്. നമ്മൾ ലോങ് പോകുമ്പോൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവുന്ന രസമല്ലേ. പക്ഷേ നമ്മൾ എത്തുമ്പോഴേക്ക് ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇക്കാക്ക് രാവിലെ ശരിയാവില്ല ടൈമിലെത്തിക്കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇക്ക വരാതിരുന്നത്. ഗായ്സ്, അങ്ങനെ നമ്മളിതാ പരപ്പനങ്ങാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഗായ്സ്, അപ്പം സമയം 7:25 7:25 കറക്റ്റ് നമ്മളിവിടെ ഇറങ്ങി. നമ്മൾ 4:15 ട്രെയിൻ. അവർ മുന്നിലെത്തി ഗൈസ് നടന്നിട്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു പള്ളിയിൽ സ്റ്റേഷൻ്റെ നേരെ മുമ്പിൽ തന്നെയാണ് കേട്ടോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. പോയി ഓക്കെ, എന്നിട്ട് നമ്മൾ നേരെ ഓട്ടോ പിടിച്ചിട്ട് കല്യാണ പെരക്കേക്ക് പോകും. പിന്നെ അവിടെ എത്തിയിട്ട് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് ട്രെയിൻ പിടിച്ചിട്ട് കല്യാണത്തിന് വരുന്നത് കേട്ടോ ഗൈസ്. അപ്പം പിന്നെ വരുമ്പോഴൊന്നും യാത്രക്കിടയിലൊന്നും വീഡിയോ എടുക്കാതെന്ന് വെച്ചാൽ എൻ്റെ സ്പേസ് കുറവായതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. കളാവൂല പറക്കൂല സ്ഥിരിക്കാം ഇവിടെ അല്ലേ. ബസ് സ്റ്റാൻഡ് സ്റ്റേഷൻ്റെ അപ്പുറത്ത് വന്നിട്ടാ. വെരി ഈസി ടു ട്രാവൽ. അങ്ങനെ നമ്മൾ ഓട്ടോ പിടിച്ച് കല്യാണ പെരക്കേക്ക് പോകാൻ വേണ്ടി പോകുന്നു ഗൈസ്. അങ്ങനെ അപ്പോൾ കല്യാണ പെണ്ണിൻ്റെ മുമ്പിലെത്തി പാട്ട് കേൾക്കുന്നുണ്ടാവും. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ. ഓക്കെ,
അങ്ങനെ ഇതാ ഫുഡ് കഴിക്കാൻ പോകുന്നുട്ടോ. നമ്മൾ ഇവിടെ നെയ്ച്ചോറും നല്ല കോഴിക്കറിയായിരുന്നു ഉണ്ടായത്. അപ്പം രാവിലെയാണ് ശരിക്കും എന്താ പറയുക വെഡ്ഡിങ്ങിൻ്റെ ശരിക്കും വലിയ പരിപാടി എന്ന് പറയുന്നത് രാവിലെയാണ് കേട്ടോ. അപ്പം മൺഡേ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇന്നലെ സൺഡേ നൈറ്റ് അങ്ങനെ നമ്മൾ പോയത്. അതുകൊണ്ടാണ് കേട്ടോ രാവിലെ പോകാൻ പറ്റാത്തതുകൊണ്ടാണ് രാത്രി പോയത്. ഓക്കെ, പിന്നെ വേറെന്താ പറയണ്ടത്? ഇപ്പോൾ പറയാൻ വിചാരിച്ച് മറന്നുപോയിട്ടാ. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് സിനിമ പറഞ്ഞു ഇതിന്ന് വീഡിയോ എടുക്കുന്ന ആൾക്കാരെ നോക്കും. ഞാൻ പറഞ്ഞു നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് ആൾക്കാരെ മുന്നിൽ നിന്ന് എടുക്കാനാണ് വീഡിയോ എടുക്കാനാണ് പാട്. പക്ഷെ നമ്മൾ അറിയാത്ത ആൾക്കാരെ കൂടെ നമുക്ക് വീഡിയോ എടുക്കുമ്പം ഒരു ചമ്മലുണ്ടാവില്ല. അറിയുന്ന ആൾക്കാരെ മുന്നിൽ അയ്യോ അവർ നോക്കുന്നത് അവർ നമുക്കറിയുന്ന ആൾ നോക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ ഉണ്ടാകും. നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ആൾക്കാരെ നമ്മളെ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കുഴപ്പമില്ല. എൻ്റെ ഇതിലങ്ങനെയാണ് കേട്ടോ, എനിക്കങ്ങനെയാണ്. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളിതാ നല്ല അടിപൊളി നെയ്ച്ചോറ് നല്ല കോഴിക്കറിയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. അപ്പം കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടായിന്. പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ സമയം ആവാനാകുമ്പോൾ ഏകദേശം ഒരു 10 മണിക്കാണ് നമുക്ക് കോഴിക്കോട്ടേക്കുള്ള ട്രെയിൻ കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ചൊരു 9 സംതിങ് ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പരപ്പനങ്ങാടി സ്റ്റേഷനും കുറച്ചൊരു ഉള്ളോട്ട് പോകണം കേട്ടോ അവർക്ക് വരെ എത്താൻ വേണ്ടിയിട്ട്. പരപ്പനങ്ങാടി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. കല്യാണത്തിന് പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ഇവിടെ നിന്ന് മോൻ തന്നെയാണ് കൊണ്ടാക്കിയത്. അതായത് കല്യാണപ്പെണ്ണിൻ്റെ ബ്രദർ നമ്മളെ ഇവിടെ കൊണ്ടുവിട്ടിട്ട സ്റ്റേഷനിൽ. ടൈം വരാനായോ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് കോഴിക്കോടേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് ബീച്ചിലേക്ക് കാരണം നമുക്ക് നാട്ടിലേക്ക് പോകുന്ന ട്രെയിന് ഒരു 1 മണിയെല്ലാം ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക അത്രയും സമയം ജസ്റ്റ് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെറുതെ ഇരിക്കാൻ തന്നെയാണ്. എന്നാലും കുറച്ച് സമയം ബീച്ചിൽ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ബീച്ചിലോട്ട് പോവാണ്. ഓക്കെ, ഇടയ്ക്കങ്ങ് സ്ലാങ് മാറിപ്പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമുക്കിതാ കോഴിക്കോടേക്ക് പോകേണ്ട ട്രെയിൻ വന്നിട്ടോ. പരപ്പനങ്ങാടിയിൽ നിന്ന് കോഴിക്കോടേക്ക് നമുക്ക് പോകേണ്ട ട്രെയിന്, അതായത് നമുക്ക് നാട്ടിലേക്ക് കോഴിക്കോട് നിന്ന് പോകേണ്ട ട്രെയിന് 1 മണിക്കാമറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും സമയം വെറുതെ കളയണ്ട വിചാരിച്ചിട്ട് നമ്മൾ ബീച്ചിൽ കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചു. ഈ ഒരു നൈറ്റിൽ ബീച്ചിലിരിക്കാനൊക്കെ നല്ല രസമാണ്. നമുക്ക് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ അതിലും മനോഹരമായിരിക്കും കേട്ടോ. അപ്പം ടിക്ക ഇല്ലാത്തതിൻ്റെ വിഷമമൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ വരാൻ പറ്റിയില്ലായിരുന്നു. ഓക്കെ, ബീച്ചിലൊക്കെ ഇങ്ങനെ നൈറ്റൊക്കെ ഇങ്ങനെ കുറേ സമയം ഇരിക്കാൻ നല്ല രസം. ഓക്കെ, പിന്നെന്താ പറയേണ്ടത്? ഓക്കെ, നമുക്ക് അവിടെ വെച്ച് കാണാം കേട്ടോ. എത്തി നമ്മൾ ഇറങ്ങുവാണ്.
ചന്ദ്ര അടിച്ചിറങ്ങുന്നു. കുറച്ച് മണിക്കൂറൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട് സ്റ്റേഷനിലെത്തിയപ്പം ചെറിയൊരു ചാറ്റൽ മഴ പോലെ പെയ്തേന്. ബീച്ചിൽ പോകുമ്പോൾ മഴയായിരിക്കുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിട്ടാ. അപ്പം നമ്മൾ ഓട്ടോയിൽ കയറിയപ്പോൾ ഓട്ടോക്കാരൻ ചോദിച്ചു മഴയത്ത് എന്തിനാണ് നിങ്ങൾ ബീച്ചിൽ പോകുന്നത് ചോദിച്ചു. പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്തില്ല ഒരു മഴയും ഉണ്ടായിട്ടില്ല. ജനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങോളം ജനങ്ങളായിരുന്നു. അത് നമ്മൾ പോയത് ഒരു 10:10 കഴിഞ്ഞ് 10 മുതൽ ഒരു മണിയാവുന്നവരെ ഒരു 12:30 മറ്റാണ് നമ്മളവിടെ ഉണ്ടായിട്ടാ. ഓക്കെ, ഫുള്ള് ജനങ്ങളായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ഇരിക്കാനും കാറ്റ് കൊള്ളാനൊക്കെ നല്ല രസമായി. ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ്, സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈമിൽ എന്തായാലും നിങ്ങൾ എന്താ പറയുക പോയിട്ട് ഇരിക്കണം. ആ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടെല്ലാം, പക്ഷെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അത്ര ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കളിച്ചു, അത്ര തന്നെ. അപ്പം ഈ ഒരു വീഡിയോ ഞാനിതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. പിന്നെ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പം കാണിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരിക്കലെങ്കിലും ഈ ഒരു ടൈമിൽ ഈ നൈറ്റ് വൈബിൽ ബീച്ചിലിരുന്ന് കുറേ സമയം സ്പെൻഡ് ചെയ്യണം എല്ലാവരും. അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഈ രാത്രിയൊക്കെ കുറേ നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പം 1 മണിക്കായിരുന്നു നമ്മളെ ട്രെയിൻ കേട്ടോ. ഇപ്പം സമയം 2:15, 2:30ക്കാണ് ട്രെയിൻ എത്തുക. അപ്പോൾ ട്രെയിൻ 2:30ക്ക് എത്തി. നമ്മൾ രാവിലെ ഒരു 5 മണിയോ 6 മണിയാകുമ്പോൾ പുറക്കെത്തി കേട്ടോ. ടാറ്റാ.